ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു തമിഴ് സിനിമയുടെ അറിവോടെ പറയാൻ വേണ്ടി പോകുന്നത് ജെൻറ്റിൽ വിമൺ എന്ന് പറഞ്ഞ ഒരു തമിഴ് സിനിമയുടെ അറിവോടെ പറയാൻ വേണ്ടി പോകുന്നത് ജോഷുവ സേതുരാമൻ എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ്റെ ആദ്യത്തെ സംരംഭമാണ് ഈ ഒരു സിനിമ. ഈ സിനിമയിലെ പ്രധാനപ്പെട്ടതാണ് പറയുന്നത് ലിജോ മോള്, ഹരികൃഷ്ണൻ എന്നൊരാൾ, ലോസ്ലിയ, ബിഗ് ബോസ് ടീം, ഇവരൊക്കെയാണ് പറയുന്ന പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യം കണ്ട സമയത്ത് തോന്നിപ്പോയി ഇതൊരു കൊമേഴ്ഷ്യൽ ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിരിക്കും എന്നൊക്കെ എനിക്ക് ആദ്യം തോന്നിപ്പോയത്. പക്ഷേ അത് കണ്ട സമയത്താണെങ്കിൽ പിന്നെ ഈ സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മർമ്മമായ ഒരു തീമുണ്ട് ഈ സിനിമയ്ക്ക്. ആ തീം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആ ഒരു കഥാ എലമെൻറ്റിൽ കൂടെ ആ ഒരു മർഡർ സംഭവം, പിന്നെ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം നമ്മളെ പ്രേക്ഷകരെ പിടിച്ചെടുത്തു ഈ സിനിമ. ആ രീതിക്കാണ് ഈ സിനിമയുടെ ഒരു റൂട്ട് മാപ്പിൻ്റെ പോയിക്കൊണ്ടിരിക്കുന്നത്. ലിജോ മോളുടെ പെർഫോമൻസാണ് എടുത്ത് പറയേണ്ടത്. ലോസ്ലിയും നൈസായിരുന്നു. ഈ രണ്ട് പേര് മാറി മാറുള്ള മാറ്റങ്ങളൊക്കെ സൂപ്പറാണ്. പിന്നെ ഹരികൃഷ്ണൻ എന്നൊരു ആക്ടർ വരുന്നത്, ആക്ടറുടെ ഒരു പെർഫോമൻസ് ലെവലൊക്കെ വേറെ ലെവലാണ്. പുള്ളി നന്നായിട്ട് ഞാൻ ഒരു കഥാപാത്രം പെർഫെക്റ്റ് എന്ന് വെച്ചെന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റിയ സിനിമ ആൾമോസ്റ്റ് നോക്കണമെങ്കിൽ ഒരു ത്രില്ലർ ടൈപ്പ്, ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ പറഞ്ഞ രീതിക്കുള്ള ഒരു സിനിമയാണ്. അതിനപ്പുറം നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഒരു മികച്ച ഒരു തീം പറയുന്നുണ്ട്. ഈ വീട്ടമ്മമാർ അനുഭവിക്കുന്ന ചില വഞ്ചന, ചതി, ഇതിനെയൊക്കെ പറ്റിയുള്ള ചില ഒരു സൂചനകളും, പിന്നെ ഇത് കണ്ടിട്ട് ആരും ഇങ്ങനെ നമുക്കും ചെയ്ത് കളയാനുള്ള കാര്യങ്ങൾ കണക്കെടുക്കൊന്നും വേണ്ട, ആ രീതിക്കൊന്നും വേണ്ട. എന്നിരുന്നാലും ഒരു നൈസായിട്ടുള്ള ഒരു സിനിമ എനിക്ക് പേഴ്സണലി തോന്നി. ഈ ജെൻറ്റിൽ വുമൺ എന്ന് പറയുന്ന സിനിമ ടൈറ്റിലും കാര്യങ്ങളൊക്കെ ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി എന്താണ് ഇപ്പോൾ ഒരു ആന്തോളജി മൂവിയുടെ ഒക്കെ ഒരു ടച്ച് ആയിരിക്കും. പക്ഷേ ഈ സിനിമ ഒരു നൈസ് തീം പറഞ്ഞൊരു ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളെ കൊണ്ടുപോയിട്ട് നമുക്ക് എനിക്ക് മേ ബി നല്ല ഒരു ഫീൽ ഗുഡ് സിനിമ എന്ന സിനിമയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ സൂപ്പറായിരുന്നു. മർഡർ ആ ഒരു തീമും കാറ്റഗറി അടിപൊളിയാണ്. ആദ്യ സംവിധായകൻ തന്നെ ജോഷുവ സേതുരാമൻ എന്ന സംവിധായകൻ സൂപ്പറാക്കിയിട്ടുണ്ട്. നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. നല്ലൊരു പടമാണ് ഈ ഒരു ജെൻറ്റിൽ വുമൺ എന്ന് പറഞ്ഞ സിനിമ. ഇത്രയുള്ളൂ പറയാനായിട്ട്.